ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആർച്ച്. ഇതാണ് പ്രിയദർശിനി പ്ലാനിറ്റേറിയം. ഒരു യമണ്ടൻ കെട്ടിടമാണ് കേട്ടോ ഈ പ്രിയദർശിനി പ്ലാനിറ്റേറിയം എന്ന് പറയുന്ന സാധനം. ഈ ഭാഗത്തായിട്ടൊക്കെയാണ് കേട്ടോ പാർക്കിങ്, കാറിൻ്റെ പാർക്കിങ് ഇവിടെ, ബൈക്ക് പാർക്കിങ് ഇതോ അവിടെ. നമ്മൾ വണ്ടി അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടി വയ്ക്കുന്ന ഭാഗത്തേന് ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ. അതുപോലെ കയറി വരുന്ന സൈഡിലായിട്ട് ഒരു ക്യാൻറ്റീനും ഉണ്ട്. പിന്നെ ഒരു ചെറിയ നല്ല വൃത്തിയുള്ള ഒരു ഗാർഡനും ഉണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് ഭൂമി ഇരുന്ന് കറങ്ങുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഭൂമി കറങ്ങുന്നതാണ് ഈ കാണുന്നത് ഗൈസ്. ഇന്ത്യൻ ഓഷൻ, സൗത്ത് ഓഷൻ, ഇന്ത്യ. നമ്മളിതാ ഇന്ത്യ കണ്ടു ഗൈസ്, കണ്ടോ, അതാണ് ഇന്ത്യ. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു യുദ്ധവിമാനമുണ്ട് കേട്ടോ. അജീത്ത് എന്നാണ് കൊടുത്തിരുന്നത്, അജീത്ത്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് 2 റോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ISR വരെ. അത് കാണിച്ചു തരാം. ഇതാ കാണുന്നതാണ് 2 റോക്കറ്റുകൾ. ഒന്ന് PSLVയും മറ്റേത് RH-560 ISRൻ്റെ. എനിക്ക് തോന്നുന്നത് അത് ആദ്യത്തെ മോഡലും ഇത് പിന്നീടുള്ള മോഡലുമാണെന്ന് തോന്നുന്നു. എന്താ ഇതിനകത്താണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവേണ്ടത്. ആളുകൾ കയറി പോകണുണ്ടോ, അതിനകത്താണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ വരുന്നത്. കുട്ടികൾക്കൊന്ന്, മുതിർന്നവർക്ക് വേറൊരു രീതി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് റേറ്റ്. എല്ലാ തിങ്കളാഴ്ചകളും മ്യൂസിയത്തിന് അവധിയായിരിക്കും. മുൻകൂട്ടിയുള്ള റിസർവേഷൻ സൗകര്യം ലഭ്യമാണ്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായി. നമ്മളിവിടെ പ്ലാനറ്റോറിയം പ്രദർശനം കാണാമെന്ന് വിചാരിച്ച്. അപ്പം ഒരാൾക്ക് 80 രൂപ, അങ്ങനെ 2 പേർക്ക് 160 രൂപ. ഇവിടെ ലെവൽ ഓരോ ലെവലായിട്ട് കൊടുക്കുന്നുണ്ട്. +1 ലെവല്, ഗ്രൗണ്ട് ലെവല്, മൈനസ് ലെവല്, -2 ലെവൽ. അതിനകത്തൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇതിലേ വേണം പോയി. ഇതിലേ പോയിട്ട് ഒരു സ്റ്റെപ്പ് കയറിയാണ് മേളിൽ പോകാൻ. ഈ സ്റ്റെപ്പ് മേളിൽ കയറി വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതവിടെ എഴുതിയിട്ടുണ്ട് പ്ലാനറ്റേറിയം. ഈ സാധനം ഇങ്ങനെ ഉരുട്ടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചും പോകും കേട്ടോ. ഇതാണ് സ്ഥാനികോർജം കണ്ടോ. ഇതാണ് സ്ഥാനികോർജം. ഇതിനകത്ത് മറ്റേ ബോൾ ഇടുന്ന സെറ്റപ്പാണ്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വരൂലേ. ഇത് കിടപ്പുണ്ട്, അങ്ങ് സൈഡിലായിട്ട് കിടപ്പുണ്ട് ബോൾ. അതിങ്ങനെ ഇടുമ്പോൾ ഇതിലൂടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഒരു പോയിന്റിൽ വരും. ഇത് മൾട്ടി കർവ് മിറർ, ഇതും കോൺവെക്സ് ഇൻ വെർട്ടിക്കൽ. 2 രീതിയിലിരിക്കണം ഗൈസ്. അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് കറങ്ങുന്നതിൽ. ഡൈൻ വിത്ത് യുവർ സെൽഫ്, അതായത് ഇവിടെ കസേര ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. നിൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ നീ വന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഇരുന്ന് ഫുഡ് കഴിക്കൂലേ, അതേപോലെയാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇതാണ് ഡൈൻ മേശ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 4 പേര് നിൻ്റെ ചുറ്റും ഇരിക്കും. അതാണ് ഈ സംഭവം. നിങ്ങൾക്ക് മുൻമുനയിൽ ഇരുന്നിട്ടുള്ള അനുഭവമുണ്ട്. ഇതാ നിങ്ങൾക്കായി പ്രത്യേകതകൾ തയ്യാറാക്കി കസേര. ഭയപ്പെടാതെ ഈ കസേരയിലിരിക്കാം. ഏതൊരു അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. നിങ്ങൾ ഈ ആണി കസേരയിൽ ഇരിക്കുമ്പോൾ ശരിയാണ്. പ്രായോഗിക മർദ്ദം എല്ലാ ആണുകളിലും തുല്യമായി പങ്കുവയ്ക്കുന്നതാണ്. ഇതിന് കാരണം ഇത് കണ്ടപ്പോൾ ഒരാളത് കയറി ഇരിപ്പുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? മാറിക്കാണ്. ഇനി ഞാൻ നോക്കട്ടെ അത് എങ്ങനെയുണ്ടെന്ന്. ഈ ആണിയിലാണ് ആനി ഇത്രയും തന്നെ ഇരുന്നത് കേട്ടോ. നമ്മളൊരു കിണറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു അറ്റമില്ല എന്നാണ് പറയണത്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിനൊരു അറ്റമില്ലാത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റണത്. കണ്ടോ, ആൻറ്റി ഗ്രാവിറ്റി മിറർ. നീ അവിടെ ചെന്നിട്ട് 2 ഗ്ലാസ്സിലും കൈവേ, അപ്പുറത്തെ കൈ പിടിച്ച് നിൽക്കണണ്ട. എന്താ കൈ പിടിച്ച് നിൽക്കും പോലെയല്ലേ. പക്ഷേ ഇതൊന്നും ക്ലീൻ അല്ല കേട്ടോ. ക്ലീൻ ആയിരുന്നെങ്കിൽ ഞെരിപ്പായിരുന്നു അല്ലേ. ആണ്ടോ, നമ്മുടെ പകുതി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതാണ് സെറ്റപ്പ്. ഇവിടെ നോക്കി കാണാമോ? കണ്ടാ ഈ സാധനം, ഇത് എക്സ്പ്രഷൻ മാറുന്നതാണ്. ഇലുമിനേഷനാണ്. അതിൽ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താണ്. ഇത് ബട്ടണിൽ പ്രസ് ചെയ്യും.
അതിലിപ്പോൾ എന്താ ഇത്രയും കൊടുത്തിട്ടുണ്ട്, പ്രസന്നം, മ്ലാനം, രൗദ്രം. അതിലെപ്പോഴും നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്യാം. സ്വിച്ച് പ്രസ് ഹിയർ, ബാഗ് ഇതിലാണ്, ഇത് ലൈറ്റ് കത്തണേ കേട്ടോ. അതുകൊണ്ട അപ്പോഴും ഇത് കത്തിയതാ പച്ച, ഇപ്പോഴും പ്രസന്ന ഭാവമാണിത്. അത് കഴിഞ്ഞിട്ട് മ്ലാനം, അതാണ് ആ കാണുന്നത്. അടുത്തത് രൗദ്രഭാവം കണ്ടോ, ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സെറ്റപ്പ്. കൊള്ളാല്ലേ? അറസ്റ്റ് യുവർ ഷാഡോ. നീ അവിടെ കൈ വൈ, അവിടെ കൈ വൈ, ഇതിൽ 2 കൈ ഇങ്ങനെ വൈ, വച്ചോ, ചേർന്ന് നിന്നോ. ഒരുപാട് ഷാഡല്ലേ, അങ്ങനെ നിന്നോ. കൈ എടുത്തോണ്ട് മാറ്. കണ്ടാ നിന്റെ നിഴൽ അതേപോലെ അവിടെ നിൽക്കും. നമ്മൾ മേളിൽ പോട്ടെ, നമുക്ക് ഷോയ്ക്കുള്ള സമയമായി. അത് കഴിഞ്ഞിട്ട് വന്ന് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മേളിലോട്ട് പ്ലാനറ്റോറിയം ഷോയ്ക്ക് പോവുകയാണ് കേട്ടോ. 10:30-ക്കാണ്, ഇപ്പോൾ 28 ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആസ്ട്രോണമി ഗാലറിയിലാണ് കേട്ടോ. ഞാൻ ഇത് കണ്ട മായൻ ടെമ്പിൾസ്, ഇത് ബാബിലോണിയൻ ടെമ്പിളാണ് കേട്ടോ. സ്റ്റോൺ ഹെഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓ നൈസ്. ആര്യഭട്ടേരെയും കേളൂർ നീലകണ്ഠ സോമയാജിയുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിക്കോളസ് കോപ്പർനിക്കസ്. ഈ കാണുന്നതാണ് പിരമിഡ് കേട്ടോ. അതിൻ്റെ ഓരോരോ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിങ് ചേംബർ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് പ്ലാനറ്റോറിയത്തിൻ്റെ ഷോ നടക്കുന്ന തിയേറ്ററിനുള്ളിലാണ്. ഇതിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ ഈ റോക്കറ്റൊക്കെ കണ്ട്. പക്ഷേ ഷോ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനം തന്നെയാണ്. നിങ്ങളെ മക്കളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അത്രയ്ക്ക് അടിപൊളി സംഭവമാണ്. അങ്ങനെ നമ്മൾ പ്ലാനറ്റോറിയത്തിനകത്ത് കയറി അതിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ബൈ.